ഞാൻ താമസിക്കുന്നത് കൊല്ലത്തെ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്താണ്. അപ്പം ഇവരെ സംസ്കരിച്ചിരുന്ന ആ സ്ഥലമാണ് ഇളക്കിയത്. ഇളക്കിയപ്പോൾ അവിടുന്ന് ആത്മാക്കൾ പുറത്തു വന്നു. അപ്പം എൻ്റെ വീട്ടിൽ ഡ്രൈവർ ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയടി ചായ അങ്ങ് തെറിച്ചു പോകും. അപ്പോൾ ഒരു കാരണവശാലും പുറത്തൊരു സ്ത്രീ രണ്ടാം നില എൻ്റെ മുറി വരാൻ ഒക്കെയില്ല. ഒരു കാരണവശാലും വരാൻ ഒക്കെയില്ല. ഒരു രീതിയിൽ എൻട്രി ഇല്ല അവിടെ. തറയെ നേരടി പൊങ്ങി നിൽക്കുക ഈ സ്ത്രീ. ഇപ്പം എനിക്ക് മനസ്സിലായി ഭൂതമാണ്. ഞാൻ ഇംഗ്ലീഷ് ബാസ്റ്റഡ് മണ്ണോ ഇംഗ്ലീഷ് ഒരു ചീത്ത വിളിച്ചു. ഈ ഭൂതത്തിന് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. ഇംഗ്ലീഷുകാരൊക്കെ ഇവിടെ വരുന്നതിന് മുമ്പങ്ങോണ്ട് ജീവിച്ചിരുന്ന ഒരു ആത്മാവാണ്. ജോലിക്കാരടക്കുന്ന മുറി ഒന്ന് പൊട്ടിയിട്ട് എന്താണ് ഇവിടെ കിടന്ന് ഉറങ്ങുന്നത്? 4000 കൊല്ലത്തിന് വസിഷ്ഠൻ എഴുതി വെച്ചിരിക്കുന്നു. അതെങ്ങനെ എഴുതി വെക്കും? നമുക്ക് ജനിക്കാത്ത കുട്ടി, ഗർഭത്തിലുണ്ടാവാത്ത കുട്ടി ഏത് ലിംഗത്തിൽ ജനിക്കും, ഏത് പേര് കിട്ടും? സാധാരണക്കാരന് ഫീൽ ചെയ്യാൻ പറ്റുകയില്ല. ആസ്ട്രൽ ബോഡിയെ ഫീൽ ചെയ്യാൻ പറ്റുന്ന ആളിന് മാത്രമേ ഫീൽ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാറിന് ഇപ്പോൾ ഒരു മകളായി, ഇനി 2 പെൺമക്കൾ ജനിക്കും, സാറിന് ആൺമക്കളുണ്ടാവുകയില്ല. സാറിൻ്റെ മൂത്ത മോക്ക് ഭഗവാന്റെ അമ്മയുടെ പേരായിരിക്കും. 2ാമത്തെ മകൾക്ക് ഭഗവാന്റെ പേരിൻ്റെ സ്ത്രീലിംഗമായിരിക്കും. ഇളയ മകൾ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവളെന്ന പേരുള്ളവളായിരിക്കും. മൂത്ത മകൾ ചരിത്രം പഠിക്കും, അതിൽ പ്രഗത്ഭയായിട്ട് മാറും. 2ാമത്തുള്ള എഞ്ചിനകത്ത് കയറി രഹസ്യം പഠിക്കും, യന്ത്രത്തിനകത്ത് രഹസ്യം പഠിക്കും. 3ാമത്തെ മോൾ മനുഷ്യൻ്റെ മനസ്സിനകത്ത് കയറി അതിൻ്റെ രഹസ്യം പഠിക്കും. ഞാൻ ഭാര്യ വിളിച്ച് പറഞ്ഞു, ഇനി നമുക്ക് 2 പെൺമക്കളെ ഉണ്ടാവുള്ളൂ പറഞ്ഞു. ഭാര്യ പറഞ്ഞു, കുട്ടികളെ ഈശ്വരൻ തരുന്നതല്ലേ, നമുക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പം മൂത്ത മോൾ ജനിച്ചപ്പം ഞാൻ എൻ്റെ അമ്മയുടെ പേരിട്ടു മറിയം, യേശുവിൻ്റെ അമ്മ, ഭഗവാന്റെ അമ്മയുടെ പേര്. 2ാമത്തെ മോൾ ജനിച്ചപ്പോൾ എൻ്റെ ഭാര്യയുടെ അമ്മയുടെ പേര് ജെസ്സി ഇട്ടു. ജീസസിൻ്റെ സ്ത്രീലിംഗമാണ് ജെസ്സി, ഭഗവാന്റെ സ്ത്രീലിംഗമാണ്. 3ാമത്തെ മോൾ ജനിച്ചപ്പോൾ എൻ്റെ അമ്മയുടെ അനിയത്തിക്ക് മക്കളുണ്ടായിരുന്നില്ല, അമ്മുക്കുട്ടി. ആ അമ്മയുടെ പേര് നിലനിർത്താൻ വേണ്ടി എൻ്റെ ഇളയ മകൾക്ക് അമ്മു എന്ന് പേരിട്ടു. അമ്മു എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് പ്രിയപ്പെട്ടവൾ. പണ്ട് ജയലളിത മുഖ്യമന്ത്രിയുടെ പേരാണ് അമ്മു. അമ്മയ്ക്ക് പ്രിയപ്പെട്ടവൾ അമ്മു. മൂത്ത മോള് BA ഹിസ്റ്ററി എടുത്തു, BAക്ക് MAക്കും ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചു. 2ാമത്തോൾ BTech എടുത്തു, BTechന് കോളേജിൽ നിന്ന് ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചു. ഇളയ മോള് മനസ്സിനകത്ത് കയറി പഠിക്കുന്ന സൈക്കോളജി പഠിച്ചു, അതിൽ റാങ്ക് വാങ്ങിച്ചു. PhD എടുത്തു, ഇപ്പോൾ ബാംഗ്ലൂരിലെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. അപ്പോൾ ഗർഭത്തിൽ പോലും ഉണ്ടാവാത്ത കുട്ടി ഏത് ലിംഗത്തിൽ ജനിക്കും, ഏത് വിഷയം പഠിക്കും, ആ കുട്ടിക്ക് എന്തായിരിക്കും പേരെന്ന് 2000 വർഷത്തിന് മുമ്പ് അഗസ്ത്യൻ എഴുതി വച്ചിരിക്കുന്നു. 4000 കൊല്ലത്തിന് വസിഷ്ഠൻ എഴുതി വച്ചിരിക്കുന്നു. അതെങ്ങനെ എഴുതി വെക്കും? നമുക്ക് ജനിക്കാത്ത കുട്ടി, ഗർഭത്തിലുണ്ടാവാത്ത കുട്ടി ഏത് ലിംഗത്തിൽ ജനിക്കും, ഏത് പേര് കിട്ടും, ആ കുട്ടിക്ക് എന്താ കുട്ടി പഠിക്കും എന്ന് 2000 വർഷത്തിന് മുമ്പ് എഴുതി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനിക്ക് ഇടുന്ന പേര് ഭഗവാന്റെ അമ്മയുടെ പേരും ഭഗവാന്റെ സ്ത്രീലിംഗമാണ് എന്ന് പറയുമ്പോൾ നമ്മളിതിനെ അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഞങ്ങളുടെ ക്രിസ്ത്യാനികൾക്ക് വലിയ ദേഷ്യമായി, ഈ ജ്യോത്സ്യവും മറ്റേ ജ്യോതിഷമൊക്കെ. പക്ഷേ അതിലെ ശാസ്ത്രം നമുക്ക് മനസ്സിലാക്കാതിരിക്കാൻ പറ്റത്തില്ല. അതിഗംഭീരമായ ശാസ്ത്രമാണ്. അപ്പോൾ ഈ ഭൂതം അല്ലെങ്കിൽ പുനർജന്മം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായ ചില സംഭവങ്ങളുണ്ട്. ഞാൻ താമസിക്കുന്നത് കൊല്ലത്തെ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്താണ്. അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് പണ്ടത്തെ വേണാട് രാജാവിൻ്റെ കൊട്ടാരമാണ്. വേണാട് രാജാവിൻ്റെ 1830 സ്വാതി നാൾ ഈ തലസ്ഥാനം തിരുവനന്തപുരത്തിന് കവടിയാറിലോട്ട് മാറ്റുന്നത്, അങ്ങേരുടെ ഭാര്യയുടെ താമസ സൗകര്യത്തിനായിട്ട്. അപ്പോൾ ഈ താമസിച്ചിരുന്ന സാധനവും പീരങ്കി മൈതാനം കോളേജായി, ഇത് റെയിൽവേ സ്റ്റേഷനായി. അപ്പോൾ ഇവർ വേണാട് രാജാക്കന്മാരൊക്കെ മരിക്കുമ്പോൾ അവരെ ഭസ്മമാക്കിയിട്ട് അവരെ ആ കൊട്ടാരത്തിൻ്റെ ബാക്കിലുള്ളൊരു സ്ഥലത്താണ് പ്രതിഷ്ഠിച്ചുകൊണ്ടിരുന്നത്. ആ സ്ഥലം ഇപ്പോൾ റെയിൽവേ ലൈൻ 4 വർഷത്തിന് മുമ്പ് എക്സ്പാൻഡ് ചെയ്തു. മീറ്റർ ഗേജ് ബ്രോഡ് ഗേജ് ആക്കിയപ്പം ഒരു 15 മീറ്റർ സ്ഥലവും കൂടി റെയിൽവേ ലൈൻ എടുത്തു. അപ്പോൾ ഇവരെ സംസ്കരിച്ചിരുന്ന ആ സ്ഥലമാണ് ഇളക്കിയത്. ഇളക്കിയപ്പോൾ അവിടുന്ന് ആത്മാക്കൾ പുറത്തു വന്ന് പല വീട്ടിലും കുഴപ്പമാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ ഡ്രൈവർ ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയടി ചായ അങ്ങ് തെറിച്ചു പോകും. എൻ്റെ പോലീസുകാരൻ ഡ്രൈവർ കയറി ഊഞ്ഞാലിരുന്നു. ഭൂതം വന്നിട്ട്
10 മേപ്പോട്ടും 10 എതിർവശത്തോടും മേപ്പോട്ടും ഇയാളോട് നിലവിളിക്കുക. പോലീസുകാരനാണ് നിലവിളി. എല്ലാവരോടും ഓടിച്ചെന്ന് ഊഞ്ഞാൽ പിടിച്ച് നിർത്തി. ജോലിക്കാരടക്കുന്ന മുറി വന്ന് കൊട്ടിയിട്ട് എന്താടി ഇവിടെ കിടന്നുറങ്ങുന്നതെന്ന് കൊട്ടുക. ജോലിക്കാരൊക്കെ ആകെ പേടി. പുരുഷനല്ലേ, പുരുഷബ്ദത്തിലേ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ 2ാം നിലയിൽ ലൈബ്രറിയിൽ നിന്ന് വായിക്കും. അപ്പോൾ എൻ്റെ ഭാര്യയുടെ ശബ്ദത്തിൽ എൻ്റെ സൈഡിൽ വന്ന് സംസാരിക്കുകയാണ്. ഞാൻ നോക്കിയപ്പോൾ ജനലിൽ നോക്കിയപ്പോൾ ഭാര്യ താഴെ തുണി കഴിയിട്ട് വിരിച്ചോണ്ടിരിക്കുക. ഭാര്യയാണ് എൻ്റെ സൈഡിൽ നിന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ആത്മാവാണെന്ന് മനസ്സിലായി. അപ്പോൾ എൻ്റെ മകള് കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ ഞാൻ ഭാര്യയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, താഴെ പോയി എൻ്റെ മോടെ കൂടെ കിടന്ന് ഉറങ്ങിക്കുക. കാര്യം മോൾ ഒറ്റക്കൊള്ള പോയി ഭൂതമെല്ലാം വന്നാൽ മോള് ചിലപ്പോൾ പേടിച്ചു പോകും. ഭാര്യ താഴെ പോയി. ഞാൻ മുകളിൽ ലൈബ്രറിയിൽ നിന്ന് വായിച്ചിട്ട് ലൈബ്രറിയോട് ചേർന്നുള്ള മുറി ഞാൻ വന്ന് ഉറങ്ങാനായിട്ട് കിടന്നു ഉറങ്ങി. രാത്രിയായപ്പോൾ കഥ തുറന്നൊരു സ്ത്രീ അകത്ത് കയറി. അപ്പം ഞാൻ വിചാരിച്ചു നേരം വെളുത്തു, ഭാര്യ താഴത്തെ നിലയിൽ നിന്ന് മേളി വന്നാന്ന് വിചാരിച്ചു. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ 2:30 മണി ആയിട്ടുള്ളൂ. അപ്പോൾ 2:30 മണിക്ക് എന്തായാലും ഭാര്യ മേളി വരാൻ സാധ്യതയില്ലല്ലോ. ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ എൻ്റെ ഭാര്യയുടെ നീളവുമല്ല വീതിയല്ല ഈ വന്ന സ്ത്രീക്ക്. അപ്പോൾ ഒരു കാരണവശാലും പുറത്തുനിന്നൊരു സ്ത്രീ 2ാം നില എൻ്റെ മുറി വരാൻ ഒക്കെയില്ല. ഒരു കാരണവശാലും വരാൻ ഒക്കെയില്ല. ഒരു രീതിയിൽ എൻട്രി ഇല്ല അവിടെ. അപ്പം ഞാൻ കാലിനടിയിലോട്ട് നോക്കി. ഭൂതമാണെങ്കിൽ കാല് തറയെ തുറത്തില്ലല്ലോ, മനുഷ്യനല്ലേ കാലെ തറ. അപ്പോൾ തറയെ നേരടി പൊങ്ങി നിൽക്കുക ഈ സ്ത്രീ. അപ്പം എനിക്ക് മനസ്സിലായി ഭൂതമാണ്. ഞാൻ ഇംഗ്ലീഷ് ബാസ്റ്റഡ് മണ്ണോ ഇംഗ്ലീഷ് ഒരു ചീത്ത വിളിച്ചു. ഈ ഭൂതത്തിന് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. ഇംഗ്ലീഷുകാരൊക്കെ ഇവിടെ വരുന്നതിന് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ആത്മാവാണ്. ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. മലയാളത്തിൽ മറ്റേ മുളെ ചീത്ത വിളിച്ചപ്പോൾ ഭൂതം ഡം എന്നൊരു ശബ്ദം കേട്ടിട്ട് അങ്ങ് ഡിസപ്പിയർ ചെയ്തു. അപ്പോൾ എൻ്റെ മുറിയും തൊട്ടപ്പുറത്ത് മുറിയും കംപ്ലീറ്റ് പുകയായി. അപ്പം എനിക്ക് ഭൂത്തൊന്നും പേടിയില്ലല്ലോ. അപ്പോൾ ഞാൻ നേരെ ടോർച്ച് എടുത്തിട്ട് ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ടുള്ള ആയോ എന്ന് ഞാൻ ചെക്ക് ചെയ്തു. ഇലക്ട്രിക് സർക്യൂട്ടൊന്നുമല്ല. ഞാൻ സുഖമായിട്ട് വന്നിട്ട് ഉറങ്ങി. 2 ദിവസം കഴിഞ്ഞ് മോള് പോയപ്പോൾ ഞാൻ ഭാര്യയോട് പറഞ്ഞു, ഇങ്ങനെ ഭൂതം വന്നിരുന്ന അവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു വന്നു. ഭാര്യ പറഞ്ഞു, അയ്യോ എൻ്റെ മുമ്പിൽ കണ്ട ഭൂതം വന്നാൽ എനിക്ക് പിടിച്ചിരിക്കാനൊക്കത്തില്ല, ഞാൻ പേടിച്ചു പോകുന്നത്. ഞാൻ പറഞ്ഞു, എന്നാൽ എന്നെ അങ്ങ് ഒഴിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരുവനന്തപുരം കൊളത്തൂർ എഞ്ചിനീയറിംഗ് കോളേജിനടുത്ത പ്രസിദ്ധനായ ഒരു പവറുള്ള ഒരാളുണ്ട്, ബാലകൃഷ്ണൻ നമ്പൂരി. അദ്ദേഹത്തെ വിളിച്ചു. അതേപോലെ ഞാൻ സാറിൻ്റെ വീട്ടിൽ വരാമെന്ന്. അങ്ങനെ ഞാൻ കാർ അയച്ചു കൊടുത്തു. അദ്ദേഹം നേരെ എൻ്റെ വീട്ടിൽ വന്നു. ഏത് വർഷമാണ് സാർ ഈ കഥ? 2 കൊല്ലത്തിന് മുമ്പ്. അപ്പോൾ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഏറ്റവും വലിയൊരു ഇല്ലമുണ്ട്, വെട്ടിക്കോട്ട് സർപ്പാരാധനയുടെ കേന്ദ്രം. അപ്പോൾ അവിടുത്തെ ഇപ്പോഴത്തെ തലമുറ ഒരു ഉണ്ണി നമ്പൂരിയുണ്ട്, വെട്ടിക്കോട്ട് പൂജ നടത്തുന്ന. വിനായകൻ നമ്പൂരിയുടെ മോൻ ഉണ്ണി നമ്പൂരി, 20 വയസ്സുള്ളൂ. ഞാൻ വിനായകൻ നമ്പൂരി വിളിച്ചിട്ട് ഈ ഉണ്ണി ഒന്ന് വിടാമെന്ന് ചോദിച്ചു. അത് വിടാമെന്ന് പറഞ്ഞു. അവർ 2 പേരും വന്നു. തറയിൽ പായൊക്കെ വിരിച്ചിട്ട് ഈ പൂജ തുടങ്ങുന്ന വിളക്കങ്ങോട്ട് കത്തിച്ച് 5 തിരി. ഭൂതം മുതൽ ഒറ്റ ഊതിൽ 5 അങ്ങ് അണച്ചത്. വീണ്ടും ബാലകൃഷ്ണൻ നമ്പൂരി വിളക്ക് കത്തിച്ചു. വീണ്ടും ഭൂതം വന്ന ഒറ്റ ഊത് 5 തിരി അങ്ങ് അണച്ചു. ബാലകൃഷ്ണൻ നമ്പൂരിനോട് പറഞ്ഞു, സാറേ ഈ ഭൂതം ഇച്ചിരി കട്ടി ഭൂതമാണ്, ഞാൻ എൻ്റെ മന്ത്രം പ്രയോഗിക്കാൻ പോവാണെന്ന് പറഞ്ഞു. അദ്ദേഹം ഡ്രൈവറെ വിളിച്ചു, എടോ ഞാൻ ഇതിനെ ആവാഹിച്ച് കൊണ്ടുവരും, നീ എന്നൊരു അക്ഷരം മിണ്ടിയേക്കരുത്, ഡോറ് തുറന്ന് വെച്ചേക്കണം, കാരണം ഡോർ ഒന്ന് പിടിച്ചേക്കണം, ഞാൻ അകത്ത് കയറും, ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു വരാമെന്നവരെ നീ മിണ്ടരുതെന്ന് പറഞ്ഞു. അദ്ദേഹം സമ്മതിച്ചു. അദ്ദേഹം മന്ത്രം കൊണ്ട് ചൊല്ലിയിട്ട് വിളക്ക് കത്തിച്ചു. അപ്പോൾ ഇദ്ദേഹം 2 കളിമണ്ണ് കൊണ്ട് ഒരു പുരുഷ പ്രതിമയും ഒരു സ്ത്രീ പ്രതിമയും ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇദ്ദേഹം അങ്ങോട്ട് ആവാഹിച്ചപ്പോൾ ഉണ്ട് 5 ആത്മാക്കളെ വരുന്നത്. പുരുഷനാത്മാക്കൾ 2, സ്ത്രീ ആത്മാക്കൾ 2. അതായത് ഈ ജോലിക്കാരുടെ അവിടെ പോയി കൊട്ടുന്ന പുരുഷ ആത്മാവാണ്. എന്നെ ഭാര്യയുടെ ശബ്ദത്തിൽ വിളിക്കുന്നത് സ്ത്രീ ആത്മാവാണ്. പിന്നെ ഒരു കുട്ടി ആത്മാവുണ്ട്, അതും പെൺകുട്ടിയാണ്. ഈ ആത്മാവിനെ 2 ഈ ആൺ പ്രതിമയിലോട്ട് ലയിപ്പിച്ചു. ഈ 2 സ്ത്രീകളെ പെൺകുട്ടിയെയും കൂടെ ഈ സ്ത്രീ ഇത് 2 കയ്യിൽ ഇതിനെ പിടിച്ചുകൊണ്ട് ഇദ്ദേഹം മന്ത്രം ചൊല്ലി നേരെ കാറിൻ്റെ അടുത്ത് നിന്ന് അയാളെ വാതിൽ തുറന്നു അകത്ത് കയറി. അപ്പോൾ ഞാനിവിടെ എൻ്റെ കാറിൻ്റെ അടുത്തുനിന്ന് പുറകെ പോയി. അപ്പോൾ കൊല്ലത്തുള്ള പ്രസിദ്ധമായ ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്, അവിടെ കൊണ്ടുപോയി ഇദ്ദേഹം എനിക്ക് അങ്ങ് അകത്തോട്ട് കയറാൻ വയ്യ. അപ്പോൾ ഇദ്ദേഹം അകത്തോട്ട് കയറിയിട്ട് ഭഗവാൻ കൃഷ്ണൻ്റെ അടുത്ത് കൊണ്ടുവച്ചിട്ട് പറഞ്ഞു, ഭഗവാനെ ഈ 5 എണ്ണത്തെ ഇനി ഇവിടുന്ന് വിട്ടേക്കല്ല ഭഗവാനെ, അങ്ങ് ഇവിടെ പിടിച്ചിട്ടേക്കണം, നാട്ടുകാരെ ശല്യം ചെയ്യുന്ന 5 എണ്ണം, പണ്ടത്തെ രാജാക്കന്മാരും രാജ്ഞിമാരും ഒക്കെയാണ്, ഇവിടെ വെച്ചേക്കണം. അദ്ദേഹം റിവേഴ്സിൽ നടന്നു വന്നു, പ്രശ്നം தெரிയാതെ റിവേഴ്സിൽ നടന്ന്
ഗേറ്റിൻ്റെ പുറത്തിറങ്ങി. എന്നിട്ട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കാറിൽ കയറി മന്ത്രം ജപിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. ഞാൻ പുറകെ കാറോട് തിരിച്ച് വീട്ടിൽ വന്നു. ഇപ്പോൾ 2 കൊല്ലമായി, ഒരു ശല്യമില്ല, ഒരു ഭൂതവുമില്ല. അയലോക്കത്തെ വീട്ടിൽ വന്നോട്ട് ഭൂതം പോയി. തൊട്ട് പുറകിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടറെ വീട്ടിൽ ഭൂതം ചെന്ന് ശല്യം ചെയ്യുമായിരുന്നു. ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇത് ഭൂതമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടതുകൊണ്ടും കേട്ടതുകൊണ്ടും വിശ്വസിക്കുന്നു. ഇതൊരു നിരീശ്വര വിശ്വാസി വിശ്വസിക്കുമോ? ഇല്ല. ഇത് ആസ്ട്രൽ ബോഡി എന്ന് പറയുന്ന ഒരു ഫിലോമിനാണ് ഈ വരുന്നത്. അപ്പോൾ രണ്ടുപേരും ഒരേ സ്ഥലത്തിരുന്നാൽ ഈ ആസ്ട്രൽ ബോഡിയെ കാണണമെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള പാരാസൈക്കോളജിക്കൽ സ്റ്റാൻഡ് തലച്ചോറിനുണ്ടെങ്കിലേ കാണാൻ പറ്റും. തൊട്ടപ്പുറത്തേക്ക് നിരീശ്വര വിശ്വാസിക്ക് ഒരിക്കലും ഈ ആസ്ട്രൽ ബോഡിയെ കാണാൻ പറ്റില്ല. ഒരു സംശയം, എല്ലാ മനുഷ്യർക്കും ഇത് കാണാൻ പറ്റും? ഒരു സൈക്കിക് പറ്റിയല്ല. 100 പേരെ എടുത്താൽ ഈ ചിന്ത കൊണ്ടോ ധ്യാനം കൊണ്ടോ തപസ് കൊണ്ടോ യോഗാസനം കൊണ്ടോ ഒരു പാരാസൈക്കോളജിക്കൽ ലെവലിലെത്തുന്ന ഒരാൾക്ക് മാത്രമേ ഈ ആത്മാവിനെ കാണാൻ പറ്റൂ. ഫീൽ ചെയ്യാൻ പറ്റുമോ? ഫീൽ ചെയ്യാൻ പറ്റുമോ? പറ്റും. അല്ല, ഒരു സാധാരണക്കാരന് ഫീൽ ചെയ്യാൻ പറ്റുമോ? സാധാരണക്കാരൻ ഫീൽ ചെയ്യാൻ പറ്റുകയില്ല. ആസ്ട്രൽ ബോഡിയെ ഫീൽ ചെയ്യാൻ പറ്റുന്ന ആളിന് മാത്രമേ ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കൊരു അനുഭവമുണ്ട്.